ഡ്രോണുകളുമായി ഹെസ്ബുള്ളയുടെ തിരിച്ചടി, ചിതറിയോടി ഇസ്രായേൽ സൈന്യം. ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം തെക്കൻ ലെബനനിൽ നിന്നുള്ള ഞെട്ടിക്കുന്ന FPV ഡ്രോൺ ആക്രമണ ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് ഹിസ്ബുള്ള സൈനിക മേഖലയിൽ വീണ്ടും സജീവമായിരിക്കുകയാണ്. 4 ഇസ്രായേൽ സൈനികരെ ലക്ഷ്യമിട്ട് നടത്തിയ കടുത്ത പ്രത്യാക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് സംഘടനയുടേതായി പുറത്തുവന്നിട്ടുള്ളത്. പശ്ചിമേഷ്യയിൽ ഇസ്രായേലിനെയും ഹിസ്ബുള്ളയെയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ പുതിയതും അപകടകരവുമായ ഒരു തലത്തിലേക്ക് കടക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. പുറത്തുവന്ന വീഡിയോ ദൃശ്യങ്ങളിൽ അതിവേഗത്തിൽ പാഞ്ഞെടുക്കുന്ന FPV ഡ്രോണിനെ കണ്ട് ജീവരക്ഷാർത്ഥം ഇസ്രായേൽ സൈനികർ ഭയന്നോടുന്നത് വ്യക്തമായി കാണാം. ഡ്രോൺ അടുത്തെത്തുമ്പോൾ 2 സൈനികർ സുരക്ഷിത താവളം ലക്ഷ്യമാക്കി ഓടുമ്പോൾ മറ്റ് 2 പേർ എതിർദിശയിലേക്ക് ചിതറിയോടാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തരംതിരിച്ചുള്ള ഇത്തരം ഡ്രോൺ ആക്രമണങ്ങൾ ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് വൻ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഓഗസ്റ്റ് 15 നടന്ന വിനാശകാരിയായ ഒരു ഡ്രോൺ ആക്രമണത്തെക്കുറിച്ച് ഇസ്രായേൽ സൈന്യം ഔദ്യോഗികമായി സ്ഥിരീകരണം നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത്. ഇസ്രായേൽ സൈന്യത്തിലെ പ്രമുഖ എഞ്ചിനീയറിംഗ് വിഭാഗമായ യാഹലാം യൂണിറ്റിലെ ഒരു മുതിർന്ന ഓഫീസർക്കും 2 സൈനികർക്കും ഈ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റതായി IDF വക്താവ് വ്യക്തമാക്കുന്നു. ഇസ്രായേലിന്റെ പ്രമുഖ സൈനിക യൂണിറ്റുകളെ പോലും ലക്ഷ്യമിടാൻ ഹിസ്ബുള്ളയ്ക്ക് സാധിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കേവലം കാൽനട സൈനികരെ മാത്രം ലക്ഷ്യമിട്ടല്ല ഈ ആക്രമണ പരമ്പരകൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇസ്രായേൽ സേനയുടെ പ്രധാന ആയുധങ്ങളായ മെർഖാവ ടാങ്കറുകൾക്കും മറ്റും ആധുനിക സൈനിക വാഹനങ്ങൾക്കും നേരെ നടന്ന കടുത്ത ഡ്രോൺ ആക്രമണങ്ങളുടെ ദൃശ്യങ്ങളും പുറത്തുവന്ന വീഡിയോയിൽ ഉൾപ്പെടുന്നുണ്ട്. കരയുദ്ധത്തിൽ ഇസ്രായേലിന് മേൽക്കോയ്മ നൽകുന്ന കവചിത വാഹനങ്ങൾക്ക് ഭീഷണിയാകാൻ ഈ ചെറിയ FPV ഡ്രോണുകൾക്ക് സാധിക്കുന്നു എന്നത് സൈനിക വിദഗ്ധരെ പോലും അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. തെക്കൻ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ കടുത്ത വ്യോമാക്രമണങ്ങൾക്ക് മറുപടിയായാണ് ഹിസ്ബുള്ള വീണ്ടും രംഗത്തിറങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 3 കുട്ടികൾ ഉൾപ്പെടെ കുറഞ്ഞത് 11 പേരെങ്കിലും കൊല്ലപ്പെട്ടതായി ലെബനനിലെ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിരുന്നു. സിവിലിയന്മാർ കൊല്ലപ്പെട്ടതിന് കടുത്ത വില നൽകേണ്ടി വരുമെന്ന് പ്രഖ്യാപിച്ചാണ് ഹിസ്ബുള്ള അതിർത്തി പ്രദേശങ്ങളിൽ ഡ്രോൺ വേട്ട ശക്തമാക്കിയിരിക്കുന്നത്. നിരീക്ഷണത്തിനും കൃത്യമായ ലക്ഷ്യസ്ഥാനങ്ങൾ തകർക്കുന്നതിനും ഒരുപോലെ ഉപയോഗിക്കാവുന്ന FPV ഡ്രോണുകൾ ആധുനിക യുദ്ധമുറയിൽ വലിയൊരു വിപ്ലവമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വളരെ കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാവുന്നതും റഡാറുകളുടെ കണ്ണുവെട്ടിച്ച് താഴ്ന്നു പറക്കാൻ സാധിക്കുന്നതുമായ ഇത്തരം ഡ്രോണുകൾ ശത്രുക്കളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ നിർജീവമാക്കാൻ ഹിസ്ബുള്ളയെ സഹായിക്കുന്നു. ഇസ്രായേലിന്റെ വിഖ്യാതമായ അയൺ ഡാം പ്രതിരോധ ശൃംഖലയെ പോലും മറികടക്കാൻ ഇത്തരം ഡ്രോണുകൾക്ക് സാധിക്കുന്നുണ്ട്. തെക്കൻ ലെബനൻ അതിർത്തിയിൽ ഇസ്രായേൽ ശക്തമായ കരസൈനിക മുന്നേറ്റത്തിന് തയ്യാറെടുക്കുന്നതിനിടയിലാണ് ഹിസ്ബുള്ള തങ്ങളുടെ പുതിയ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് തിരിച്ചടിച്ചിരിക്കുന്നത്. ഇത് അതിർത്തിയിൽ സേവനമനുഷ്ഠിക്കുന്ന ഇസ്രായേലിയൻ സൈനികരുടെ മനോവീര്യത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. ആകാശമാർഗത്തിൽ നിന്നും ഏതു നിമിഷവും പാഞ്ഞെത്തിയേക്കാവുന്ന ഈ വിനാശകാരികളായ ഡ്രോണുകൾ ഇസ്രായേൽ സൈന്യത്തിന് വലിയ മാനസിക സമ്മർദ്ദമാണ് സൃഷ്ടിക്കുന്നത്. യുദ്ധക്കളത്തിൽ ഹിസ്ബുള്ളയുടെ സാങ്കേതിക മുന്നേറ്റം വ്യക്തമാക്കുന്നതാണ് ഈ പുതിയ തിരിച്ചുവരവ്. മുൻപ് ഇറാന്റെ സൈനിക ഉപദേശങ്ങളോടെ സാങ്കേതിക വിദ്യകൾക്ക് വികസിപ്പിച്ചിരുന്ന ഹിസ്ബുള്ള ഇപ്പോൾ സ്വന്തമായി അത്യാധുനിക രീതിയിലുള്ള ആയുധങ്ങൾ നിർമ്മിക്കാനും പ്രയോഗിക്കാനും പ്രാപ്തി കൈവരിച്ചിട്ടുണ്ടെന്ന് ഈ ആക്രമണങ്ങൾ തെളിയിക്കുന്നു. കരമാർഗമുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കി വിദൂരത്തിരുന്ന് ശത്രുവിനെ തകർക്കുന്ന തന്ത്രമാണ് അവർ ഇപ്പോൾ സ്വീകരിച്ചു പോരുന്നത്. ഇസ്രായേലും ലെബനും തമ്മിലുള്ള സംഘർഷം പൂർണ്ണതോതിലുള്ള പ്രാദേശിക യുദ്ധത്തിലേക്ക് വഴിമാറുമോ എന്ന ആശങ്ക അന്താരാഷ്ട്ര സമൂഹത്തെ വീണ്ടും ഭീതിയിലാഴ്ത്തുന്നുണ്ട്. തെക്കൻ ലെബനനിലെ കൂട്ടക്കൊലയ്ക്ക് പകരമായി ഹിസ്ബുള്ള നടത്തുന്ന പ്രത്യാക്രമണങ്ങൾ വ്യാപിപ്പിച്ചാൽ ബെയ്റൂട്ട് ഉൾപ്പെടെയുള്ള പ്രധാന മേഖലകളിൽ വലിയ രീതിയിലുള്ള വ്യോമാക്രമണം നടത്താൻ ഇസ്രായേൽ നിർബന്ധിതരാകും. ഇത് മേഖലയെ വീണ്ടും ചോരക്കളമായി മാറ്റിയേക്കാം. ഈ നീക്കങ്ങൾക്ക് പിന്നിൽ ഇറാന്റെ ശക്തമായ പരോക്ഷ നയതന്ത്ര സൈനിക പിന്തുണയുണ്ടെന്ന കാര്യം വ്യക്തമാണ്. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ ഇസ്രായേൽ അച്ചുതണ്ടിനെ പ്രതിരോധിക്കാൻ ഹിസ്ബുള്ള, ഹൂതികൾ തുടങ്ങിയ സഖ്യസേനകളെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ ടെഹ്റാന് സാധിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്ര ചർച്ചകൾ നടക്കുമ്പോഴും യുദ്ധക്കളത്തിൽ സ്വാധീനം ഉറപ്പിക്കാനാണ് ഇത്തരം ആയുധ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിലൂടെ അവർ ലക്ഷ്യമിടുന്നത്. ഇസ്രായേൽ പാർലമെന്റിലും സൈനിക വൃത്തങ്ങളിലും ഈ ഡ്രോൺ ആക്രമണങ്ങൾ വലിയ രീതിയിലുള്ള സുരക്ഷാ ആശങ്കകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. സാങ്കേതികമായി ഏറെ മുന്നിൽ നിൽക്കുന്ന ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് ഇത്തരം ചെറിയ ഡ്രോണുകളെ പൂർണ്ണമായും പ്രതിരോധിക്കാനുള്ള ശേഷി കൈവരിക്കാൻ
കഴിഞ്ഞിട്ടില്ലെന്ന വിമർശനം ശക്തമാണ്. ഡ്രോൺ തരംഗങ്ങളെ നേരിടാൻ പുതിയ ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ വിന്യസിക്കാൻ IDF നിർബന്ധിതരായിരിക്കുകയാണ്.